വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ബീക്കൺ. ഇത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കോണമി. രണ്ടാമത്തേതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ ഒരു എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് കമ്മോഡിറ്റികളുടെ കമ്പാരിസനാണ്. കമ്മോഡിറ്റിയുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് അടയാളപ്പെടുത്തി കൂട്ടിവരയ്ക്കുന്ന കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ആദ്യം നമുക്കതിൻ്റെ അസംഷൻസ് എന്താണെന്ന് പറയാം, എന്നിട്ട് അതിൻ്റെ നമുക്ക് ഗ്രാഫും അതിൻ്റെ ഡെഫിനിഷനും പറയാം. അസംഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് അസംഷൻ വാസ് ടു കമ്മോഡിറ്റീസ്. ദർ ഈസ് ഓൺലി ടു കമ്മോഡിറ്റീസ്. വി ക്യാൻ ടേക്ക് വീറ്റ് ആൻഡ് ക്ലോത്ത്. ഇങ്ങനെ രണ്ട് കമ്മോഡിറ്റിയാണ് ഒരു എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റിസോഴ്സസ് ആർ ഗിവൺ. അവിടെ എന്താണ് റിസോഴ്സസ്, ഒരു കമ്മോഡിറ്റി റിസോഴ്സസ് ഉണ്ട്. അതെന്താണ് ലിമിറ്റഡ് റിസോഴ്സസ് ആണ് ഉള്ളത്. പിന്നെന്താ, ടെക്നോളജി മസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. അവിടുത്തെ ടെക്നോളജി എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നു, എപ്പോഴും മാറുന്നില്ല. ആൾട്ടർനേറ്റീവ് കമ്പാരിസൺ ബിറ്റ്വീൻ ടു ഗുഡ്സ് ഓർ കമ്മോഡിറ്റീസ്. രണ്ട് ഗുഡ്സിൻ്റെ ആൾട്ടർനേറ്റീവ് കമ്പാരിസനാണ് ഇവിടെ പറയുന്നത്. നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുത്തത് വീറ്റും ക്ലോത്തുമാണ്. ഇപ്പോൾ പ്രൊഡ്യൂസർ വീറ്റും ക്ലോത്തും പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് 10 lakh ആണെന്ന് എടുക്കുകയാണ്. 10 lakh വെച്ചിട്ട് വീറ്റും ക്ലോത്തും പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിൽ 10 lakhൽ 8 lakh ക്ലോത്തും 2 lakh വീറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ആ പ്രൊഡ്യൂസർ എടുത്തു. അപ്പോൾ 8 lakh വെച്ചിട്ട് 21 യൂണിറ്റ്സ് ഓഫ് ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. 2 lakh വെച്ചിട്ട് വീറ്റ് ഒട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതായത് ഇവിടെ പ്രൊഡക്ഷൻ 0 ആണ്. അതപ്പോൾ പിന്നെയും വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 7 lakh, ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 7 lakhും ഇവിടെ വീറ്റിന് വേണ്ടിയിട്ട് 3 lakhും എടുത്തു. അപ്പോൾ ഇവിടെ വീറ്റ് ഒരു യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു, ഒരു യൂണിറ്റ് കുറഞ്ഞു. അതായത് റിസോഴ്സ് ഇവിടെ 7 lakh ആയി. ഇപ്പോൾ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ ഒരു യൂണിറ്റ് കുറഞ്ഞു. വീറ്റിൻ്റെ പ്രൊഡക്ഷൻ ഒരു യൂണിറ്റ് കൂട്ടിയപ്പോൾ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ ഒരു യൂണിറ്റ് കുറച്ചു. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വീറ്റ് കുറച്ചുകൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് 2 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അതേപോലെ 4 lakh ആക്കി എന്ന് വിചാരിക്കുക. ഇവിടെ അപ്പോൾ കുറവ് സംഭവിക്കും. ഇവിടെ 6 lakh ആയി. അതായത് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ 6 lakh വെച്ചിട്ടും വീറ്റിൻ്റെ പ്രൊഡക്ഷൻ 4 lakh വെച്ചിട്ടും എടുക്കുകയാണ്. അപ്പം വീറ്റിൻ്റെ പ്രൊഡക്ഷൻ 2 യൂണിറ്റ് കൂട്ടിയപ്പോൾ ഇവിടെ 2 യൂണിറ്റ് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു. അതേപോലെ തന്നെ പിന്നെയും 3 യൂണിറ്റ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ 15 യൂണിറ്റ് ആയിട്ട്, അതായത് 3 യൂണിറ്റ് ഇവിടെ കുറഞ്ഞു. പിന്നെ 4 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ 11 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. ഇവിടെ 5 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 5 യൂണിറ്റ് പ്രൊഡക്ഷൻ കുറഞ്ഞ് 6 യൂണിറ്റ് ആയിട്ട് മാറി. ഇവിടെ 6 യൂണിറ്റ് ആയിട്ട് കൂടിയപ്പോൾ ഇവിടെ 6 യൂണിറ്റ് കുറഞ്ഞ് 0-ലെത്തി. ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ 0-ലെത്തി. വീറ്റിൻ്റെ പ്രൊഡക്ഷൻ 6 എത്തിയപ്പോൾ ഇവിടെ 0-ലെത്തി. അതേപോലെ ഇങ്ങനെ ഈ 10 lakh വെച്ചിട്ട് ഈ വീറ്റും ക്ലോത്തും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബണ്ടിൽസാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഓരോ പോയിന്റിലും കിട്ടുന്നത്. ആ ബണ്ടിൽസ് എന്ന് പറയുന്നത് ഇതാണ്. 4 യൂണിറ്റ് ആകുമ്പോൾ 11 യൂണിറ്റ്, 5 യൂണിറ്റ് ആകുമ്പോൾ 6 യൂണിറ്റ്, 6 ആകുമ്പോൾ 0 യൂണിറ്റ്. ഇങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ ബണ്ടിൽസ് വരുന്നത്. അതായത് അവൈലബിൾ ആയിട്ടുള്ള ഈ റിസോഴ്സ് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബണ്ടിലുകളാണ് ഇത്. 0 പ്രൊഡക്ഷൻ നടത്തിയാലേ വെയ്റ്റിൻ്റെ പ്രൊഡക്ഷൻ 0 ആയാലേ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ 21 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 1 യൂണിറ്റ് എക്സ്ട്രാ വീറ്റിൻ്റെ പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ അപ്പോൾ അവിടെ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ 1 യൂണിറ്റ് കുറയും. അതായത് ഇവിടെ പ്രൊഡക്ഷൻ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ 1 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്യണം. അതായത് ഇവിടെ സാക്രിഫൈസ് ആണ് നടക്കുന്നത്. ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ സാക്രിഫൈസ് ആണ് നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? വീറ്റ് എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ സാക്രിഫൈസ് ചെയ്യണം, കുറഞ്ഞു വരും. അപ്പോൾ ഇവിടെ മാർജിൻ ഓഫ് പ്രൊഡക്ഷൻ കുറയുന്നു, ഇവിടെ മാർജിൻ ഓഫ് പ്രൊഡക്ഷൻ കൂടി വരുന്നു. അങ്ങനെയുള്ള ഈ ബണ്ടിലുകളാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കാണുന്നത്.
അത് ഒന്ന് ഗ്രാഫ് ആക്കുവാണെങ്കിൽ ഇവിടെ വീറ്റിൻ്റെ പ്രൊഡക്ഷൻ, ഇവിടെ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് ബണ്ട് എന്ന് പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറഞ്ഞാൽ 10 lakh ആണ്. അതിൽ ആദ്യം വീറ്റിൻ്റെ പ്രൊഡക്ഷൻ 0 ആയിരിക്കും, അപ്പോൾ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ 21 ആയിരിക്കും. പിന്നെ വീറ്റിൻ്റെ പ്രൊഡക്ഷൻ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇവിടെ 1 യൂണിറ്റ് ഡിക്രീസ് ചെയ്യുന്നു. വീറ്റിൻ്റെ പ്രൊഡക്ഷൻ 2 യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ 2 യൂണിറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ 3 യൂണിറ്റ് ആകുമ്പോൾ ഇവിടെ 3 യൂണിറ്റ് ഡിക്രീസ് ചെയ്യുന്നു. ഇവിടെ 4 യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ 4 യൂണിറ്റ് ഡിക്രീസ് ചെയ്യുന്നു. 5 യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് 5 യൂണിറ്റ് ഡിക്രീസ് ചെയ്യുന്നു. 6 യൂണിറ്റ് വീറ്റിൻ്റെ പ്രൊഡക്ഷൻ എത്തുമ്പോഴത്തേക്ക് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ 0 എത്തുന്നു. അങ്ങനെയുള്ള ഈ ലൈൻസ് എല്ലാം കൂടി കൂട്ടി വരയ്ക്കുന്ന കർവാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. മാത്രമല്ല ഇതിനെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്നും പറയുന്നുണ്ട്. പിന്നെ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്നും ഇതിനെ പറയും. പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ബൗണ്ടറി എന്നും ഇതിനെ പറയുന്നുണ്ട്, ഈ കർവിനെ പറയും. ഇനി അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. PPC ഈസ് എ കർവ് വിച്ച് ഷോസ് വേരിയസ് കോമ്പിനേഷൻ ഓഫ് ദി എമൗണ്ട് ഓഫ് 2 goods which can be produced within the given resources and technology. തന്നിരിക്കുന്ന ആ ഒരു എക്കോണമിയിലുള്ള റിസോഴ്സസും ടെക്നോളജിയും വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പലതരത്തിലുള്ള കോമ്പിനേഷൻസാണ് ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറയുന്നത്. A graphical representation showing all the possible options of output for 2 products that can be produced using all factors of production where the given resources are fully efficiently utilized per unit of time. ഒരു per unit of ടൈമിൽ അവിടെയുള്ള റിസോഴ്സസ് ടെക്നോളജിയും വെച്ചിട്ട് അത് ഫുള്ളി യൂട്ടിലൈസ് ചെയ്തിട്ട് 2 ഗുഡ്സ് 2 കമ്മോഡിറ്റീസ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് PPC എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞത് ഈ PPC കർവ്, നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷിഫ്റ്റും റൊട്ടേഷനുമാണ് പഠിക്കുന്നത്. ആദ്യം ഷിഫ്റ്റ് എന്താണെന്ന് നോക്കാം. ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ റിസോഴ്സസ് ഓഫ് ബോത്ത് കമ്മോഡിറ്റി. 2 കമ്മോഡിറ്റിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, വീറ്റും ക്ലോത്തും. ഈ 2 കമ്മോഡിറ്റിയുടെയും ടെക്നോളജി, 2 കമ്മോഡിറ്റിയുടെയും ടെക്നോളജി, ഇപ്പോൾ ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മിഷനറി, ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉള്ള മിഷനറിയും വീറ്റിനുള്ള ടെക്നോളജി വേറെ ടെക്നോളജി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇറിഗേഷനും, 2 ടെക്നോളജിക്കും ഇവിടുത്തെ മിഷനറിക്കും ഇവിടുത്തെ ഇറിഗേഷനും ഡെവലപ്മെൻ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് 2ൻ്റെയും പ്രൊഡക്ഷൻ കൂടുവാണ്. അതായത് 2ൻ്റെയും ടെക്നോളജി ഇമ്പ്രൂവ്മെൻ്റ് ആകുമ്പോഴത്തേക്ക് 2ൻ്റെയും പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ എന്താ ഒരു ഹയർ PPC നമുക്കൊരു കിട്ടും. 2ൻ്റെയും പ്രൊഡക്ഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്ത് അപ്പോൾ നമുക്കൊരു ഹയർ PPC കർവാണ് കിട്ടും. ഇനി 2ൻ്റെയും ടെക്നോളജി ഡെവലപ്മെൻ്റ് അവിടെ കുറയുകയാണെങ്കിൽ ഇതിൻ്റെ 2ൻ്റെയും പ്രൊഡക്ഷൻ കുറയുവാണ്, അല്ലെങ്കിൽ റിസോഴ്സസ് കുറഞ്ഞു പോയി. ഇപ്പം 2നും മണി ആവശ്യമാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് 10 lakh ആണ്. ഈ 10 lakhൽ നിന്ന് റിസോഴ്സസ് കുറഞ്ഞ് ഒരു 8 lakh ആയെന്ന് വിചാരിക്കുക. 8 lakh ആകുമ്പോഴത്തേക്ക് 2ൻ്റെയും പ്രൊഡക്ഷൻ ഒരേപോലെ കുറയും. ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയ ഒരു PPC കർവായിരിക്കും പിന്നെ അറ്റൈൻ ചെയ്യുന്നത്. അതാണ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ മേളിലോട്ടും ഷിഫ്റ്റ് വരും, താഴോട്ടും ഷിഫ്റ്റ് വരും. മേളിലേക്കുള്ള ഷിഫ്റ്റിന് നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ഇൻക്രീസ്ഡ് PPC curve shows the economic development. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ റിസോഴ്സ് ഓഫ് എനി വൺ കമ്മോഡിറ്റി. ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയുടെ റിസോഴ്സസിന് ചേഞ്ച് ഉണ്ടാകുന്നതാണ് അപ്പോഴാണ് റൊട്ടേഷൻ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ വീറ്റാണ്, ഇവിടെ ക്ലോത്താണ് ഉള്ളത്. ഈ വീറ്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സാണ് ഇറിഗേഷൻ കൂടുവാണ്. ചീപ്പായിട്ട് ഇറിഗേഷൻ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുക. അപ്പോഴത്തേക്ക് വീറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. അപ്പോൾ വീറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടാൻ നേരത്ത് ഇവിടുന്ന് ഇങ്ങനെയാവും വീറ്റിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതായത് ക്ലോത്തിൻ്റെ റിസോഴ്സ് ഇവിടെ കൂടിയിരിക്കുകയാണ്, അപ്പോൾ വീറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു. അതാണ് അപ്പോൾ ഇവിടെ ഒരു റൊട്ടേഷനാണ് ഉണ്ടായത്. PPC കർവ്, വീറ്റിൻ്റെ PPC കർവ്
വീറ്റിൻ്റെ പ്രൊഡക്ഷൻ കൂടിയിട്ടുള്ള PPC കർവ് നമുക്ക് കിട്ടി. അതേപോലെ ഇനി ക്ലോത്ത് അടുത്തത് ക്ലോത്തിനായിട്ട് ആവശ്യമുള്ള റിസോഴ്സസ് ആണ് ഉള്ളതെങ്കിൽ പറയാം. ക്ലോത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി നമുക്ക് ലേബേഴ്സിന് കിട്ടിയെങ്കിൽ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കർവ്, ഈ വൈസായിട്ടുള്ളൊരു കർവ് നമുക്ക് കിട്ടും. അതായത് കൂടുതൽ പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത് അവിടെ നമുക്ക് ലഭിക്കും. ഇവിടെ എക്സ് ആക്സിസ് വൈ ആക്സിസിൽ വീറ്റും വൈ ആക്സിസിൽ ക്ലോത്തും. ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നത് ഇവിടെ വീറ്റിനാണ് ഇൻക്രീസ്. അപ്പോൾ ഇവിടെ മേളിൽ വീറ്റ് ബൈ ക്ലോത്ത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് വീറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, 1/, ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആണ്. അതായത് റിവേഴ്സ് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ കുറവാണ് സംഭവിക്കുന്നത്. ഇനി ഈ കേസിലാണെങ്കിൽ ഇവിടെ ക്ലോത്ത് ബൈ വീറ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ക്ലോത്തിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയും വീറ്റിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ അതേപോലെ കുറഞ്ഞ് തന്നെ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നതാണ് ഇത്. ഇത്രയുമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ച് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.